വയനാട്ടിലെ മുണ്ടക്കയും ചൂരൽമലയും ഇന്നും വലിയൊരു വിങ്ങലായി നമ്മുടെ മനസ്സിലുണ്ട്. പ്രകൃതി സംഹാര താണ്ഡവമാടിയപ്പോൾ നമുക്ക് നഷ്ടമായത് നൂറുകണക്കിന് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ അന്ന് ക്യാമ്പുകളൊക്കെ ഒരുക്കി. പലരും വാടക വീടുകളിലേക്ക് മാറി. അങ്ങനെ തങ്ങളുടെ കൺമുന്നിൽ സർവ്വതും ഒലിച്ചുപോയ ആ ഒരു കറുത്ത രാത്രി, പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് സമ്പാദ്യങ്ങളെല്ലാം ഇല്ലാതായി, തലചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാതായി പോയ നൂറുകണക്കിന് വരുന്ന മനുഷ്യർ, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി പോകുമ്പോൾ ആ മനുഷ്യർ എന്തു ചെയ്യണമെന്നറിയാതെ മരവിച്ചു നിന്നു. അന്ന് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് വയനാടിൻ്റെ മണ്ണിൽ ഉയർന്നു പൊങ്ങിയത്. ഇനി എങ്ങോട്ട് എന്ന് ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്ന 51 കുടുംബങ്ങൾ ഇന്നൊരു പുതിയ പ്രഭാതത്തിലേക്ക് കണ്ണു തുറക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തബാധിതരായ 51 കുടുംബക്കാർക്ക് വീട് വെച്ച് നൽകി. അതിൻ്റെ ഗൃഹപ്രവേശനമായിരുന്നു ഇന്ന് നടന്നത്. പുലർച്ചയ്ക്ക് ഗണപതി ഹോമം നമ്മളതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളായിരുന്നു. 6 മണി ടു 7 മണി വരെ നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് 4 മണിക്ക് 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട്ടിൽ, ഈ ഗ്രാമത്തിന് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഒരു വീട് കെട്ടിയതിനും ഇവിടെ വന്നിട്ട് താമസമാക്കിയതിലാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളത്. ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് കെട്ടി താമസിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ടത്. ആ വീട്ടിലേക്ക് കയറുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് അതവർക്ക് വെറുമൊരു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് തകർന്നു പോയ, എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന് പകച്ചുപോയ 51 കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്. പുനരധിവാസം എന്ന വാക്ക് പലപ്പോഴും ഫയലുകളിൽ ഉറങ്ങുമ്പോൾ അവിടെ ഇത് മണ്ണിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. മുസ്ലിം ലീഗ് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അന്ന് പലരുടെയും നെറ്റുചൊളിഞ്ഞു. ഈ പ്രഖ്യാപനം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല, അവരെ കൊണ്ടിത് ചെയ്യാൻ സാധിക്കില്ല എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ അതിന് മറുപടി ഒന്നോണം ആ വീടുകൾ തലയുയർത്തി നിൽക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. നൂറുകണക്കിന് ജീവനുകൾ അന്ന് പൊലിഞ്ഞു. വീട് നഷ്ടപ്പെട്ടവർ മാസങ്ങളോളം ക്യാമ്പുകളിൽ കഴിഞ്ഞു. ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും ഒക്കെ സഹായവുമായി രംഗത്തെത്തി. ആ സമയത്താണ് മുസ്ലിം ലീഗ് ഒരു വാഗ്ദാനം നൽകുന്നത്: ദുരിതബാധിതരായിട്ടുള്ള 105 കുടുംബക്കാർക്ക് ഞങ്ങൾ അവിടെ വീട് വെച്ച് നൽകും. ഫിർഷാദ്, സൈഫുദ്ദീൻ KS, സഫാദ് K, ഇല്യാസ്, മുഹമ്മദ് സാബിർ, നാസർ P, ദേവകി, രാജേശ്വരി, PT റസാഖ്, സരോജിനി, മുനീർ, ശാരദ, അബ്ദുൽ ലത്തീഫ് K, മുഹമ്മദ് അലി, CK മുഹമ്മദ്, ഭാരതി K, സുൽഫിക്കർ അലി K, അബ്ദുൽ നാസർ K, മുഹമ്മദ് അലി PA, ജമീല. പക്ഷെ പലരും കരുതിയത് ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമായിരിക്കുമെന്നാണ്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ആ വാക്കുകൾ സത്യമായിരിക്കുന്നു. ഇന്ന് 51 കുടുംബങ്ങളാണ് പുതിയ ജീവിതത്തിലേക്ക് അവിടെ കാലെടുത്തു വെച്ചത്. നോക്കുക, വെറുമൊരു വീടുകൾ മാത്രമല്ല, മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ ഓരോ വീടുകളും നിർമ്മിച്ചു നൽകിയത്. ഒരു പുനരധിവാസം എന്നതിനേക്കാൾ ഉപരി മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഭീഷണിയില്ലാത്ത ജിയോളജി വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിച്ച സുരക്ഷിതമായ ഭൂമിയിലാണ് ഈ ഓരോ വീടുകളും നിർമ്മിച്ചു നൽകിയത്. ഇനി ആ ഓരോ വീടിന്റെയും സൗകര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ദേ കണ്ടു നോക്കൂ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന 105 വീടുകളുടെ മുഴുവൻ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ. ഇന്റർലോക്ക് പാകിയിട്ടുള്ള മുറ്റത്ത് നിന്നും 2 സ്റ്റെപ്പ് കയറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, ഭംഗിയുള്ള 3 ചെയറുകളും
ഫ്രണ്ട് ഡോറും ഫ്രണ്ട് വിൻഡോയുമാണ്. സിറ്റ് ഔട്ടിൽ നിന്നും ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ടീപ്പോയി അടങ്ങുന്ന സോഫ സെറ്റിയും ഗ്ലാസ് ടോപ്പോട് കൂടിയ ടേബിളും 6 കസേരകളും കാണാൻ കഴിയും. 2 വലിയ വിൻഡോസും 2 ചെറിയ വിൻഡോസും അടങ്ങുന്ന സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ. ഡൈനിങ് ഏരിയയിൽ നിന്നും വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ 4 ഡോറുകളാണ് നമുക്ക് കാണാൻ കഴിയുക. 3 ഡോറുകൾ ബെഡ്റൂമുകളിലേക്കും 1 ഡോർ ബാത്റൂമിലേക്കുമുള്ളതാണ്. വലത് ഭാഗത്തെ റൂമിൽ വലിയൊരു വിൻഡോയും ചെറിയൊരു വിൻഡോയുമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റൊരു ബെഡ്റൂമിന്റെ ഡോർ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ വലിയൊരു വിൻഡോ ആണ് വരുന്നത്. സ്വിച്ച് ബോർഡുകളും 2 ബൾബ് ഹോൾഡറുകളും ഫാൻ ഹോൾഡറും അടങ്ങുന്ന ഒരു ബെഡ്റൂം. 2 ബെഡ്റൂമുകളുടെയും ഡോറുകളുടെ തൊട്ടടുത്താണ് കോമൺ ബാത്റൂമിന്റെ ഡോർ വരുന്നത്. ഇൻഡ്വെയർ എന്ന ഫേമസ് ബ്രാൻഡിന്റെ വാഷ് ബേസിനും യൂറോപ്യൻ ക്ലോസറ്റും മറ്റു ഫിറ്റിംഗ്സുകളുമാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ വലത് ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡോർ വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൂടിയുണ്ട്. വലിയ ഒരു വിൻഡോയും ചെറിയ ഒരു വിൻഡോയും നല്ല ഡിസൈനിലുള്ള ഒരു കട്ടിലും അലമാരിയും മാസ്റ്റർ ബെഡ്റൂമിലുണ്ട്. ഡൈനിങ് ഏരിയയിലുള്ള കോമൺ ബാത്റൂമും മാസ്റ്റർ ബെഡ്റൂമിലുള്ള ബാത്റൂമും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇടത് ഭാഗത്തേക്കുള്ളത് കിച്ചണിലേക്കുള്ള ഡോർ. വിശാലമായ ഒരു കിച്ചണും വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തു. കിച്ചണിലും വർക്ക് ഏരിയയിലും 2 വലിയ ജനലുകളും നമുക്ക് കാണാൻ കഴിയും. വർക്ക് ഏരിയയിൽ നിന്നും ഡോർ തുറന്നു കഴിഞ്ഞാലുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും ഏരിയയാണ് ഒരു വീടിന്റെ ബാക്ക് സൈഡിൽ മുറ്റമായിട്ട് വരുന്നത്. ഈ വീടിന്റെ ബാക്ക് സൈഡിലൂടെയും റോഡ് ആക്സസ് ഉണ്ട്. നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള വീട്. ഓരോ കുടുംബത്തിനും 8 സെന്റ് സ്ഥലം. ആ സ്ഥലത്തിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് അവർ വെച്ച് നൽകിയത്. മാത്രമല്ല 3 മുറികൾ, ഹാൾ, മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അങ്ങനെ എല്ലാം അടങ്ങുന്ന രീതിയിൽ വളരെയധികം മനോഹരമായി ആ വീടുകൾ നിർമ്മിച്ചു നൽകി. പിന്നീട് 1000 സ്ക്വയർ ഫീറ്റ് കൂടി കൂട്ടിച്ചേർക്കാൻ പാകത്തിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ ഒരു കോളനി എന്ന നിലയിൽ റോഡുകൾ, കുടിവെള്ളം, വൈദ്യുതി എന്നിവയും ഉറപ്പാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആ വീടിനാവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും അവർ വാങ്ങി നൽകി. അതുകൂടാതെ 1 മാസത്തേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ വരെ അവർ നൽകിയെന്നുള്ളതാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ഇതവർ നിർമ്മിച്ചു നൽകി എന്നുള്ളത് കൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്യാമ്പുകളിലെ ഇടുങ്ങിയ മുറികളിൽ നിന്നും വാടക വീടുകളിൽ നിന്നും സ്വന്തം വീടിൻ്റെ താക്കോൽ വാങ്ങുമ്പോൾ ആ മനുഷ്യരുടെ കണ്ണുകളിൽ തെളിയുന്ന ഒരു തിളക്കമുണ്ട്. അത് കണ്ടാലറിയാം വീട് എന്നതിനപ്പുറം അവർക്ക് കിട്ടിയത് അവരുടെ അന്തസ്സും സമാധാനവുമാണ്. ഈ ഭവന പദ്ധതിയിൽ മുസ്ലിം ലീഗ് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ അർഹതപ്പെട്ടവർ ആരാണോ, ദുരന്തബാധിതർ ആരാണോ, അവർക്കെല്ലാവർക്കും വീട് നൽകുക എന്നുള്ള ഒരൊറ്റൊരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ മാനദണ്ഡമായില്ല. അർഹതയുള്ളവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകിയ കരുതലാണത്. നമുക്കറിയാം, മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഇതിനു മുമ്പും ഒരുപാട് വീടുകൾ ജാതിയും മതവും ഒന്നും നോക്കാതെ അവർ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ ഈ ഒരു പദ്ധതി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രപരമായ ഒന്നാണ്. 105 വീടുകളിൽ 51 വീടുകളുടെ ഗൃഹപ്രവേശനമാണ് നടന്നത്. ഇനി 54 വീടുകൾ. ആ വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എല്ലാം നല്ല രീതിയിലാകട്ടെ. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല. മനുഷ്യർ മാത്രം, വേദന അനുഭവിക്കുന്ന മനുഷ്യർ, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇനിയും ഒരുപാട് പേർക്ക് വീടുകൾ ലഭിക്കാനുണ്ട്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇനിയും തുന്നിച്ചേർക്കാനുണ്ട്. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഒരുമിച്ച് ഒരു മെയ്യായി ചേർന്നുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആ പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് പിടിക്കാം.